ചേച്ചി എന്തിനാ ഇതിലേക്ക് കൂട്ടി നിൽക്കുന്നേ? ഏട്ടനെ പുറത്തു കൊണ്ടുപോകുന്നത് കൽപ്പനയെടുത്തേക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞതല്ലേ? അത് മറികടത്താൻ ചേച്ചി ആരാ? ഓ, അവള് ദേവതയല്ലേ, കണിമംഗലത്തിന്റെ ദേവത. അവള് വന്നതിന് ശേഷമല്ലേ ഐശ്വര്യങ്ങൾ മുഴുവൻ വന്നതും ഈ മാറ്റങ്ങൾ മുഴുവൻ ഉണ്ടായതും. കണിമംഗലത്ത് പരമേശ്വരൻ സമ്പന്നനായതും കമ്പനികൾ വെച്ചടി കയറിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ ദേവനാരായണൻ തിരുമേനിയുടെ സന്തതി വന്നതുകൊണ്ടാണെന്നാണല്ലോ ഇവിടെ എല്ലാരും പറഞ്ഞു നടക്കുന്നത്. നീ ഭക്തയാണല്ലോ, ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ത. നീ ശ്രീകൃഷ്ണ ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാ ജീവച്ചവായിട്ട് കിടക്കുന്നവര് പോലും എഴുന്നേറ്റ് നടക്കുമല്ലോ. എന്നാ പിന്നെ നിനക്ക് ഒന്ന് കാണിക്കാൻ പറ്റുമോ? സൂര്യയുടെ കൈ ശരിയാക്കി കൊടുക്കാൻ പറ്റുമോ നിനക്ക് നിന്റെ കണ്ണനും? അനക്കം ഇല്ലാതിരിക്കുന്ന സൂര്യയുടെ കാലിന് അനക്കം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റൂടി നിനക്ക് നിന്റെ ഭഗവാനും? പറ്റും. ഏട്ടത്തി പറഞ്ഞ ശരിയാ. ഞാൻ എന്റെ ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ഭഗവാൻ തന്നെയാന്ന് വിശ്വസിക്കുന്നു. ഞാൻ വിളിക്കുന്ന ഭഗവാൻ ഏട്ടനെ എഴുന്നേൽപ്പിച്ച് നടത്തിയിരിക്കും. വീമ്പ് പറയാൻ ആരെ കൊണ്ടാടി പറ്റാത്തത്? ഇത് വീമ്പ് പറച്ചിലല്ല, ദേവനാരായണൻ തിരുമേനിയുടെ മകളുടെ സത്യം ചെയ്യല. ഈ ഇരിക്കുന്ന എന്റെ ഏട്ടൻ 2 കാലിൽ എഴുന്നേറ്റ് നടക്കുന്നത് വരെ ഇനി ഞാൻ പച്ച വെള്ളം കുടിക്കില്ല. ഇന്നു മുതല്, ഈ നിമിഷം മുതല് ഞാൻ നിരാഹാരിക്കാൻ പോവാ. എന്താ മോളെ ഇത്? അത്രയ്ക്ക് കടുത്ത തീരുമാനം വേണ്ട. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു വെച്ചാ എന്റെ ജീവിതത്തിന് ഒരു വിലയുമില്ലെന്ന് ഒരുപാട് ആക്ഷേപം കേട്ടതാണ്. ആ ജീവിതം എന്റെ ഏട്ടന് വേണ്ടി ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല. എന്റെ ശ്രീകൃഷ്ണ ഭഗവാനാണ് സത്യം. ഏട്ടനെ എഴുന്നേറ്റ് നടക്കുന്നവരെ എനിക്കിന്ന് ജലപാനമില്ല. ഒന്നെങ്കിൽ ഏട്ടനെ എഴുന്നേറ്റ് നടക്കണം, അല്ലെങ്കിൽ ഭഗവാന്റെ മുന്നിൽ ഞാൻ വീണ്ടും മരിക്കും. ഭഗവാനെ, ഏട്ടന്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഞാനിവിടെ തങ്ങിയത്. എന്നെക്കൊണ്ടാകാവുന്ന എല്ലാം ഞാൻ ആത്മാർത്ഥമായിട്ട് ചെയ്തു. പക്ഷെ അതിനൊടുവിൽ സംഭവിച്ച നീ കണ്ടല്ലോ. ഏട്ടത്തിയുടെ കണ്ണിൽ ഞാനിപ്പോ കുറ്റവാളിയാ. വയ്യാതിരിക്കുന്ന ഏട്ടനെ പുറത്തു കൊണ്ടുപോയി അപകടം ഉണ്ടാക്കിയ കുറ്റവാളി. ആ ദുഷ്പേരെനിക്ക് താങ്ങാനാവില്ല. ഭഗവാനോട് എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ. എന്റെ ഏട്ടന് എഴുന്നേറ്റ് നടക്കാൻ വിധി ഉണ്ടെങ്കിൽ അതെനിക്ക് കാണിച്ചു തരണം. അതുവരെ ജലപാനം പോലും ഇല്ലാതെ ഞാൻ എന്നെ അവിടുത്തെ കാൽക്കൽ സമർപ്പിക്കുകയാണ്. എനിക്ക് വിധിച്ചത് മരണമാണെങ്കിൽ പോലും ഞാനിത് ഭക്തിയോടെ സ്വീകരിക്കുക. രാധികേ, എന്തൊക്കെയാണോ താനീ കാണിക്കുന്നത്? ഏട്ടൻ വീണതിന് താൻ മാത്രം എങ്ങനെ കുറ്റക്കാരിയാവുന്നത്?
ഞാനും ഉണ്ടായിരുന്നില്ലേ അവിടെ? ബിജു ഉണ്ടായിരുന്നില്ലേ? പിന്നെങ്ങനെയാ? നിരാഹാരമൊന്നും വേണ്ട. എടോ, പ്രാർത്ഥന ശുദ്ധമാണെങ്കിൽ ഭഗവാൻ കേൾക്കുമല്ലോ. അങ്ങനെ ആയിരുന്നെങ്കിൽ തപസ്സും വ്രതവും ഒന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. എടോ, അതൊക്കെ പണ്ടത്തെ കാലത്ത്. ഇപ്പൊ ആളുകൾ പ്രാക്ടിക്കലായാണ് ചിന്തിക്കുന്നത്. ഈ ഭക്തി പോലും. എനിക്കങ്ങനെ ചിന്തിക്കണ്ട. എനിക്കൊരു വിശ്വാസമുണ്ട്. എൻ്റെ ശ്വാസം പോലുള്ള വിശ്വാസം. അത് ഭഗവാൻ അറിയാം. ഞാൻ സമ്മതിക്കില്ല. ഇതിലിനി എനിക്ക് ആരുടെ സമ്മതത്തിന്റെ ആവശ്യമില്ല. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എടോ പ്ലീസ്. ഏട്ടൻ എഴുന്നേറ്റ് നടക്കണമെന്ന് വരൻ ആഗ്രഹിക്കുന്നില്ലേ? ഉണ്ട്. പക്ഷേ അതിനുള്ള മാർഗം ഇതല്ല. ഏട്ടന്റെ ചികിത്സ പൂർണ്ണമാകുമ്പോൾ ഏട്ടൻ എഴുന്നേറ്റ് നടക്കും. ചികിത്സയ്ക്കൊപ്പം പ്രാർത്ഥന, അതാ വൈദ്യന്മാരൊക്കെ പറയുന്നത്. വൈദ്യൻ ചികിത്സിക്കട്ടെ, എന്റെ പ്രാർത്ഥന ഇങ്ങനെ കിടക്കട്ടെ. എടോ, തനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാലുണ്ടല്ലോ, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. തോന്നല. ദിവസവും എത്രയോ പേര് മരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ പ്രിയപ്പെട്ടവർ ലോകത്തുണ്ടല്ലോ. എല്ലാവരും ഒന്നിച്ചൊടുങ്ങുവാണ് അല്ലല്ലോ? പിന്നെ വരുൺ ഇപ്പൊ പറഞ്ഞത് എന്നോടുള്ള സ്നേഹമല്ലേ? അതിനുവേണ്ടി ജീവൻ കളയാനും തയ്യാറാന്ന് പറഞ്ഞില്ലേ? ഞാൻ എൻ്റെ ഏട്ടൻ്റെ അനിയത്തിയ. അങ്ങനെ വരണം, അതോടിരിക്കും. എന്താ സൂര്യ? കയ്യിനൊരു വേദന ഉണ്ടായിരുന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. സാരമില്ല, നോക്കാം. വീഴ്ചയിൽ ചെറുതായി എന്തെങ്കിലും പറ്റിയതായിരിക്കാം. അല്ല, സ്വയം താല്പര്യം തോന്നി വീൽ ചെയറിൽ നിന്ന് എഴുന്നേൽക്കാനോ മറ്റോ ശ്രമിച്ചതാണോ? പെട്ടെന്ന് എന്താ സംഭവിച്ചെന്നറിയില്ല. വീൽ ചെയർ ബാലൻസ് തെറ്റി താഴേക്ക് വീഴുമായിരുന്നു. പിള്ളേര് കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ചു നേരം തനിച്ചിരിക്കണമെന്ന് സൂര്യ പറഞ്ഞുകൊണ്ട് അവരപ്പുറത്തേക്ക് പോയി. അപ്പോഴാ ഇത് സംഭവിച്ചത്. അതിനിങ്ങനെ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. തിരുമേനി, ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഉള്ളവരോട് പറയണ്ട. രോഗിയുടെ അവസ്ഥ നോക്കാതെയുള്ള ആവേശം എല്ലാവർക്കും. എന്നിട്ട് എന്തിനാ? എന്തെങ്കിലും ദുരന്തം സംഭവിക്കാനാണോ? തിരുമേനി, ബീച്ചിൽ വെച്ച് ഏട്ടൻ കാലം നനയ്ക്ക്. ഓ, അതൊരു നിസ്സാര ലക്ഷണമല്ലല്ലോ. അതെങ്ങനെയാ സംഭവിച്ചത്? നമ്മുടെ രാധിക ഉണ്ടല്ലോ, ഏട്ടനെ പരിചരിക്കുന്ന. ആ കുട്ടിയെ കണ്ടില്ലല്ലോ എന്ന് പറയുകയായിരുന്നു. അല്ലെങ്കിൽ ഞാൻ വന്നാലുടൻ എന്താ പറയുകയെന്ന് കാതും കൂർപ്പിച്ച് നിൽക്കുന്നുണ്ടാവുമല്ലോ. അയാളൊരു വ്രതത്തിലാണ്, ഏട്ടന് വേണ്ടി തന്നെ. പൂജാമുറിയിലുണ്ട്, വിളിക്കണോ? പറഞ്ഞിരുന്നാ മതി. അയാള് നന്നായിട്ട് പാടും. ഏട്ടൻ അയാളുടെ പാട്ടൊന്ന് കേൾക്കണമെന്ന് പറഞ്ഞപ്പോ ബീച്ചിൽ വെച്ച് രാധിക പാടി. അത് കേട്ടപ്പോ താളം പിടിക്കുന്ന പോലെ ഏട്ടൻ കാലനക്കി. ഒരേ ഒരു തവണ. വറ്റി വരണ്ടു കിടക്കുന്ന ആകാശത്തു നിന്നും ഒരു തുള്ളി വെള്ളം താഴേക്ക് പതിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യമല്ല, ശുഭലക്ഷണമാ. ഓ, ഇനിയിപ്പോ നിത്യേന ഇവിടെ പാട്ട് കച്ചേരി നടത്തേണ്ടി വരുമോ?
മറ്റൊന്നും വിചാരിക്കില്ലെങ്കിൽ കുട്ടി ഒരു കാര്യം മനസ്സിലായിക്കൊള്ളും. ദുർമുഖം, ദുർവാക്ക്, ദുഷ്ടചിന്ത ഒരു രോഗിയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കാര്യങ്ങളാ ഇതൊക്കെ. 10-15 കൊല്ലം ഒരാൾ ചിലപ്പോ ഒരു മരുന്നുമില്ലാതെ രോഗത്തെ അതിജീവിച്ചെന്ന് വന്നേക്കാം. പക്ഷെ ഇത് മൂന്നുമല്ലാതെ സുഖമുള്ളവരെ പോലും അസുഖക്കാരാക്കാവുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളിൽ ഞാൻ ഇടപെടുന്നില്ല, പറഞ്ഞെന്നേയുള്ളൂ. വൈദ്യരെ ക്ഷമിക്കണം. കൽപ്പനയുടെ പെരുമാറ്റം ഇങ്ങനെ ആരോടെ എന്താ പറയേണ്ടെന്ന് ഒരു നിശ്ചയമില്ല. കുഴപ്പമില്ല. എത്രയോ വീടുകളിൽ ഞാൻ ചികിത്സയ്ക്ക് പോകാറുണ്ട്. അവിടെ നിൽക്കുന്നവരുടെ കണ്ണുകളിൽ നിന്നും അവരുടെ നന്മയും തിന്മയും ഒക്കെ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ആ സൂര്യ, കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോ കാലിലെ രക്തഓട്ടം കൂടുന്നുവെന്ന് താൻ പറഞ്ഞു. ഇപ്പോ കാലനങ്ങി എന്നത് സത്യം. ഇനിയിപ്പോ എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും ശ്രമിക്കേണ്ടത് സൂര്യയാണ്. മനസ്സിന് അങ്ങനെ ഒരു തോന്നൽ വന്നു കഴിയുമ്പോൾ കാലുകളിലേക്ക് രക്തം ഇരച്ചു കയറുന്നു എന്ന് മനസ്സിലാകുമ്പോൾ മടിക്കണ്ട, എഴുന്നേൽക്കണം. ഞാൻ ശ്രമിക്കാൻ തിരുമേനി. ഫലപ്രാപ്തി ഒട്ടും ദൂരെയല്ല, കൂടെയുണ്ട്. എല്ലാം ശരിയാവും. എങ്ങനെ ഉണ്ടായിരുന്നു ദുബായ് ട്രിപ്പ്? നന്നായിട്ടുണ്ടായിരുന്നു. കാണാൻ തീരുമാനിച്ച എല്ലാരെയും കണ്ടു. പക്ഷെ എന്നിട്ടെന്താ ഒരു നിരാശ മുഖത്ത്? അത് 2ാം സ്ഥാനക്കാരന്റെ നിരാശ. ഒരുപാട് ബിസിനസ് ഓഫറുകളുണ്ട്. കണിമംഗലം പരമേശ്വരന്റെ കമ്പനിയോട് ബിസിനസ് ചെയ്യാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. പക്ഷേ കണിമംഗലം ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ ആരും അത്ര താല്പര്യം കാണിച്ചില്ല. കൂട്ടത്തിൽ 2-3 പേർ അച്ഛനേക്കാൾ കേമനായ മകനാണല്ലോ കണിമംഗലത്തെ കമ്പനികളെ നയിക്കാൻ വരുന്നതെന്ന് പറഞ്ഞു. വരുണിനെ കുറിച്ച് കേട്ടു നിൽക്കാനല്ലേ പറ്റൂ, മറ്റെന്ത് ചെയ്യാനാ? തൽക്കാലം കേട്ടു നിൽക്കാനേ പറ്റൂ. കണിമംഗലം ചന്ദ്രശേഖരനെ കുറിച്ച് വാനോളം പുകഴ്ത്തിപ്പാടുന്നത് കേൾക്കാനും എനിക്കിഷ്ടമാണ്. ഹായ്, നന്നായിട്ടുണ്ട്. തിരക്കിനിടയിലും എന്റെ കാര്യങ്ങൾ മറന്നില്ലല്ലേ? ഇനി ഇവിടുന്ന് അങ്ങോട്ട് തിരക്കുകൾ കൂടാൻ തുടങ്ങുക. അച്ഛാ, അച്ഛൻ കറക്റ്റ് സമയം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നല്ലോ എയർപോർട്ടിൽ കൂട്ടാൻ. എന്റെ കൂടെ മഹാറാണി കേറ്ററിംഗിന്റെ ജോയി ഉണ്ടായിരുന്നു. ഓ, അതുകൊണ്ടാണ് നിന്നെ വിളിക്കാൻ. കൊള്ളാല്ലേ? അയ്യോ, താങ്ക്സ് അച്ഛാ. ഗൗതം, ദുബായിലും അബുദാബിയിലും ഒക്കെ ആയി കുറെ ബിഗ് ഷോട്ട്സിനെ ഞാൻ പരിചയപ്പെട്ടു വെച്ചിട്ടുണ്ട്. കുറച്ചുനാള് കഴിയുമ്പോ നമുക്ക് ഉപകരിക്കുന്നവരാണ്. അല്ല അച്ഛാ, ഒരു പാരലൽ ബിസിനസിനെ കുറിച്ച് അച്ഛൻ പറഞ്ഞിരുന്നില്ലേ, അതെന്തായി? അതിന്റെ കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഓ, കണിമംഗലം പരമേശ്വരനെ അവഗണിച്ചുകൊണ്ട് ഒരു ബിസിനസ് ചെയ്യാൻ ഒരൊറ്റ എണ്ണം തയ്യാറല്ല. ഏട്ടൻ മാത്രമല്ല, വരുണാണ് ഇപ്പൊ പ്രധാന പ്രശ്നം. ഇത് കൊള്ളാലോ അച്ഛാ. ഞാൻ ഇത്തരത്തിലൊന്ന് വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചേ ഉള്ളൂ. ഇത് നിനക്കുള്ളതല്ല, പിന്നെ എനിക്ക് ആവശ്യമുണ്ട്. ഞാനിതൊക്കെ കൊണ്ടുപോയി നശിപ്പിക്കുന്നതാണ് അച്ഛൻ കരുതിയിരിക്കുന്നത്. നീ കൊണ്ടുപോയി നശിപ്പിക്കുന്നതിന്റെ കണക്കൊന്നും ഞാൻ അന്വേഷിക്കാറില്ലല്ലോ. ഇനി അന്വേഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. കണിമംഗലത്തിന് നാശം സംഭവിച്ചാലും വരുണിന്റെ വളർച്ച ഇനി സഹിക്കാൻ പറ്റില്ല. നാളെ നേരം വെളുക്കുമ്പോ കണിമംഗലത്തൊരു ദുരന്തം ഉണ്ടാവും. എന്ത് ദുരന്തം? ദുരന്തം സംഭവിക്കുന്നത് വരുണിനാണ്. ഏർപ്പാടുകളെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇന്ന് രാത്രി കണിമംഗലത്ത് കാലന്റെ ദൂതന്മാരെത്തും.
എന്റെ അടുത്ത ദുബായ് ട്രിപ്പില് ഇപ്പൊ ഞാൻ ചെന്ന് കണ്ടവരൊക്കെ കണിമംഗലം ചന്ദ്രശേഖരനെ കുറിച്ച് സംസാരിക്കും. ചന്ദ്രശേഖരനൊപ്പമുള്ള ബിസിനസിനെ കുറിച്ച് സംസാരിക്കും. അച്ഛാ അത് പണ്ടൊക്കെ ഏറ്റവും വലിയ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് പൊൻവളയിട്ട് കൊടുക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു. അത് ചന്ദ്രശേഖരൻ തിരിച്ചു തുടങ്ങുക. ഇത് വരുണിന്റെ ജീവൻ എടുക്കാനുള്ളതാണ്. ഏട്ടാ, ഏട്ടനെ വിളിച്ചോന്ന് മുത്തശ്ശി പറഞ്ഞു. വിളിച്ചു. നീ ഏട്ടന് വേണ്ടി പട്ടിണി കിടന്ന് മരിക്കാൻ തീരുമാനിച്ചു അല്ലേ? എന്റെ ഭഗവാനിൽ എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ എന്റെ വിധി മാറ്റം വരുമെന്ന് എനിക്ക് വിശ്വാസമില്ല മോളെ. എത്രയോ വർഷങ്ങളായിട്ട് ഈ വീടിനകത്ത് ചത്തിരിക്കുന്ന ഒരാളായി ഏട്ടൻ. ചില ജീവികളൊക്കെ ചത്തുപോകുമ്പോ അകത്ത് എന്തെങ്കിലുമൊക്കെ നിറച്ച് പ്രദർശനത്തിന് വെക്കില്ലേ, അതുപോലെ. പക്ഷെ നീ അങ്ങനെയല്ല. നിന്റെ മുമ്പിൽ വലിയൊരു ജീവിതമുണ്ട്, വലിയ പ്രതീക്ഷകളുണ്ട്. അതൊക്കെ ഈ ഏട്ടനെ വേണ്ടി തല്ലിക്കെടുത്തണം. മോൾ ഇതിന്റെ പിന്മാറണം. ഏട്ടന് വേണ്ടിയുള്ള പ്രാർത്ഥന നിന്റെ മനസ്സിലുണ്ടല്ലോ. അപ്പോ ഈ നിരാഹാരത്തിലൊന്നും ഒരർത്ഥമില്ല. ശരി, ഏട്ടനെ കുഞ്ഞനിയത്തിയായിട്ടല്ലേ കാണുന്നേ? കുഞ്ഞു പെങ്ങളായിട്ട്. നാളെ ഒരു പ്രശ്നം വരുമ്പോ ഏട്ടന്റെ ജീവിതം വേണ്ടെന്ന് വെച്ചും ഏട്ടനെ രക്ഷിക്കാൻ തയ്യാറാവില്ലേ? അതെന്താ മോളെ അങ്ങനെ ചോദിച്ചത്? നിനക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞാ ഏട്ടൻ ഇടപെടില്ലേ? ഏട്ടന്റെ ജീവൻ പോലും നോക്കില്ല. അപ്പോ ഏട്ടന്റെ അനിയത്തിക്ക് ആ പ്രശ്നം ഉണ്ടാവില്ലേ? ഞാനിങ്ങനെ നിരാഹാര വ്രതം എടുക്കുന്നതില് ഏട്ടൻ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ മനസ്സിനൊരു ഉറപ്പുണ്ട്, അത് ഏട്ടനെ എഴുന്നേറ്റ് നടക്കുന്നത് തന്നെയാ. എന്റെ കൃഷ്ണൻ അത് സാധിച്ചു തരും. ഞാനെന്റെ ഭഗവാനല്ലേ വിശ്വസിക്കുന്നത്, അവിടെയല്ലേ ഞാൻ അർപ്പിക്കുന്നത്. പിന്നെന്താ ഏട്ടാ? നിന്റെ ഭക്തിയിലേട്ടന് സംശയമൊന്നുമില്ല. പക്ഷെ നീ പട്ടിണി കിടന്ന് അതിന്റെ പേരിൽ നിനക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ ജീവച്ചവായിട്ട് പോലും ഞാനെവിടെ ഇരിക്കുന്നതിന് അർത്ഥമില്ല. ഈ പ്രാർത്ഥനയ്ക്കും ഏട്ടന്റെ മനസ്സിൽ നിറഞ്ഞ അനുഗ്രഹം വേണ്ടത്. ഏട്ടാ, ഇക്കാര്യത്തിൽ ഇനി ഒരു മാറ്റം ഉണ്ടാവില്ല. ഞാൻ ജയിക്കും, നമ്മൾ ജയിക്കും ഏട്ടാ. എന്റെ ഭഗവാൻ നമ്മളെ ജയിപ്പിച്ചിരിക്കും. സ്വന്തമായിട്ടൊന്നും നേടാതെ, ആർക്കും ഒന്നും നേടിക്കൊടുക്കാതെ വെറുതെ അങ്ങ് ജീവിച്ചു പോവാ ഞാൻ. എന്റെ കഥകളൊക്കെ ഏട്ടന് അറിയാവുന്നല്ലേ? ഒരാൾക്കെങ്കിലും ഞാനൊരു ഉപകാരമായിക്കോട്ടെ. ഏട്ടൻ പ്രാർത്ഥനയോടുകൂടി സമാധാനായിട്ടിരിക്കും. എന്താ നരേന്ദ്ര, പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? നരേന്ദ്ര ഒരു കാര്യം ഏറ്റെടുത്തിട്ട് അതിൽ വീഴ്ച വരുത്തുമോ സാർ? ഇവരാണ് നമ്മുടെ ടീം. ഇതുവരെ ഒരിടത്തും ഇവർക്ക് പിഴച്ചിട്ടില്ല. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനും
ഇതുവരെ ഇവരെ കണ്ടുപിടിച്ചിട്ടില്ല. മിന്നൽ പോലെ പാഞ്ഞു വരുന്ന കുറുവാ സംഘം. അതെ, അല്ലറ ചില്ലറ മോഷണമൊക്കെ ആയിട്ട് ഇവരിങ്ങനെ ഇവിടെ കറങ്ങി നടക്കുമായിരുന്നു. ഒരവസരത്തിൽ ഞാനുമായിട്ടൊന്ന് കണ്ടുമുട്ടി. കുത്തി തുറക്കാനും തലക്കടിക്കാനും കൈ കിട്ടിയതെടുത്ത് പാഞ്ഞു പോകാനും മാത്രമേ അവന്മാർക്കറിയൂ. ഞാനതൊന്ന് പരിഷ്കരിച്ചു. നിധിയുള്ള വീടുകൾ തേടി പിടിച്ചു കൊടുത്തു, നിലവറകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഇരുളിന്റെ മറവിലൊരു ഉഗ്രൻ ബിസിനസ്. സമ്മതിച്ചു നിന്നെ. ഇതാണോ യഥാർത്ഥ ബിസിനസ്? ഏതവസ്ഥയിൽ നിന്നും പണം കണ്ടെത്താനുള്ള ഈ മിടുക്ക്. ഇന്ന് രാത്രി കണിമംഗലത്തെ നിലവറയിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഡ്യൂട്ടിയൊന്നുമില്ല. കണിമംഗലത്ത് നടക്കേണ്ടതൊരു കൊലപാതകമാണ്. സാറ് ലക്ഷണം മാത്രം പറഞ്ഞെന്നാ മതി. ഇതാണ് ലക്ഷണം. ഇത് അണിഞ്ഞിരിക്കുന്ന ആളാണ് കൊല്ലപ്പെടേണ്ടത്. കൃത്യം നിർവഹിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ നിങ്ങൾക്ക് പോകാം. ബാക്കി ഞാൻ നോക്കിക്കോളാം. കുറുവാ സംഘം ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്ന് പറയുന്നത് ഇക്കാലത്ത് പിടിച്ചു നിൽക്കാവുന്ന ഒരു കള്ളമാണ്. നമ്മൾ തമ്മിൽ പറഞ്ഞുറപ്പിച്ച പണം ഞാൻ തരാം. ഒരു ബോണസായിട്ട് അവനെ കൊന്നു കഴിയുമ്പോൾ ഇതുകൂടി നിങ്ങൾക്കെടുക്കാം. എന്റെ സമ്മാനം. ഓക്കെ സാർ, പറഞ്ഞുറപ്പിക്കുന്ന സമയത്ത് കൃത്യമായി പിള്ളേരകത്ത് കയറിയിരിക്കും, ചെയ്യാനുള്ളത് ചെയ്തിരിക്കും. പിഴയ്ക്കരുത്. ഇതെന്റെ തൊഴിലല്ലേ സാറേ, പിഴയ്ക്കാൻ പറ്റില്ലല്ലോ. ചത്ത് കിടക്കുന്നവനെ കണ്ട് ബോധ്യപ്പെടുമ്പോൾ സാറ് നരേന്ദ്രനെ സമ്മതിച്ചെന്നാ മതി. മകന്റെ സ്ഥാനത്തുള്ളവനാണ്, പക്ഷേ ശല്യമായി തുടങ്ങി. വെട്ടിമാറ്റാതെ പറ്റില്ലല്ലോ. അപ്പൊ തയ്യാറായിരിക്കാൻ പറയും തന്റെ തൊഴിലാളികളോട്.